عقدة من لساني يفقه قولي ربنا زدنا علما نافعا رزقا طيبا ولا تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل മുഹമ്മദ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല നമ്മള് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് അഷ്റ എന്ന് എടുത്തത് അല്ലെ കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കാൻ എന്നുള്ളത്. ഇനി അടുത്തത് സുഹ്റുഫ് ആണ് കേട്ടോ. അതായത് അലങ്കാരത്തിനെ കുറിച്ച് പറയുന്ന സൂറത്താണ്. ഓക്കെ, സ്വർണാലങ്കാരങ്ങൾ ഒക്കെ ഇത് പിന്നെ മക്കി സൂറത്താണ്. ഓക്കെ, കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ ഇതിനെപ്പറ്റി പറയുന്നത് കൊണ്ടാണ് ഇതുള്ളത്. ഓക്കെ, അടുത്തത് സൂറത്ത് എടുക്കാനുള്ള സൂറത്ത് പിന്നെ അത്തുഖാനാണ്. ദുഖാൻ സൂറത്ത് പലർക്കും അറിയുന്നുണ്ടാവും. പലരും മരണ വീട്ടിലൊക്കെ ഓതുന്ന ഒരു സൂറത്താണ് ദുഖാൻ. പുക എന്നാണ് സൂറത്തിന്റെ അർത്ഥമുള്ളത് കേട്ടോ. അതും മക്കിയിലാണ്, മക്കി സൂറത്താണ്. പിന്നെ മനുഷ്യരൊക്കെ പുക കൊണ്ട് മൂടുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയുന്ന അതാണ്. പക്ഷെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കഥയാണെന്നും പറയുന്നുണ്ട്, ഉണ്ടായ ഒരു സംഭവമാണെന്നും പറയുന്നുണ്ട്. അതല്ല, ലോകാവസാനത്തെ കുറിച്ചാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതാണെന്ന് അറിയില്ല, അള്ളാഹു ആലം. ഇതും എന്താണ്, കേവലാക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ്. ഓക്കെ, അതായത് പിന്നെ 7 സൂറത്തുകളാണ് ഹാമീം കൊണ്ട് ആരംഭിക്കുന്നത്. അതില് സൂറത്തുൽ മുഅ്മിന്, ഫുസ്സിലത്ത്, അഷൂറ, അസുഖറുഫ്, ജാസിയ ആൻഡ് അഹ്കാഫ്. ഇത് ഇത്രയും സൂറത്തുകളാണ് ഹാമീം സൂറത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിലെ ഖുർആന്റെ പിന്നെ അവതരണത്തിനെ കുറിച്ച് പറയുന്ന സൂറത്തും കൂടിയാണിത്. അതായത് ഒരു അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് ഈ ഖുർആന് അവതരിച്ചത് എന്നും ലൈലത്തുൽ ഖദറിന്റെ രാവ് പിന്നെ ഈ രാത്രിയിലാണ് എന്നുള്ളതും, അനുഗ്രഹീതമായ ഈ രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവുള്ളതെന്നും പിന്നെ റമദാൻ മാസത്തിലാണുള്ളതെന്നും വിവരിക്കുന്ന കാര്യം കൂടിയാണ് സൂറത്ത് ദുഖാനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ദുഖാന് റമദാനില് നമ്മൾ ശരിക്കും മനസ്സിരുത്തി ഓതേണ്ട ഒരു സൂറത്ത് കൂടിയാണ്. പ്രത്യേകിച്ചും അവസാനത്തെ 10 ദിവസങ്ങളിലൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഭൂമിയിലേക്ക് അവന്റെ അടിമകൾക്ക് ഏറ്റവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ദിവസം ഇറക്കുന്ന ദിവസമാണ്. ആ ദിവസം 1000 മാസത്തേക്കാളും പോരിശയുള്ളതാണ്. 1000 മാസത്തേക്കാളും ഉന്നതമാണ് ആ ഒരു ഒരൊറ്റ രാവ്. അപ്പൊ അതുകൊണ്ടാണ് ചില ഉലമാക്കള് ഈ 1000 മാസത്തെ പറയുന്നത് 1000 മാസങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ 83 വർഷം എടുക്കും എന്നാണ്. 1000 മാസത്താന് 83 വർഷം എടുക്കും എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 83 വർഷത്തെ കർമ്മങ്ങള് ഒരൊറ്റ രാവ് കൊണ്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാവിലെ നമ്മള് ഖുർആൻ പാരായണം, നമസ്കാരം, പിന്നെ സദക്കകൾ ചെയ്യുക, മാതാപിതാക്കൾക്ക് പിന്നെ ഹിദ്മത്ത് ചെയ്യുക, ഇണയോടൊപ്പമുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കാൻ പരിശ്രമിക്കുക. ഒരു രാവിലെ തന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് ഇന്നതിന് വേണ്ടിയിട്ട്, ഇത് ഇന്നതിന് വേണ്ടിയിട്ട്, ഇത് ഇന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പിന്നെ പിന്നെ എൻ്റെ ഇണയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോന്നും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നെയ്യത്ത് ചെയ്തുകൊണ്ട് ഓരോന്ന് ചെയ്യുക. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കിട്ടൂല പിന്നെ ഈ 83 വർഷം ഈ അമല് ചെയ്യാനുള്ള അത്രയും കാലം നമുക്കില്ല, നമുക്ക് ആ ഒരു ആയുസില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രാവിൽ തന്നെ എല്ലാ അമലുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 83 വർഷം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഹിദ്മത്ത് ചെയ്ത കൂലി, നമ്മളെ ഇണയോടൊപ്പം 83 വർഷം അവരോട് ഉള്ള പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ആ ഒരു സ്നേഹവും ആ ഒരു ഇതും ചെയ്ത കൂലി, മക്കളോടാണെന്നുണ്ടെങ്കിൽ മക്കളെ 83 വർഷം മക്കളെ പോറ്റി വളർത്തിയ കൂലി, പിന്നെ നമ്മൾ സദക്കകൾ ചെയ്യണമെങ്കിൽ 83 വർഷം നമ്മൾ സദക്ക ചെയ്ത കൂലി. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ അതിന് ഇബാദത്തുകൾ ചെയ്താൽ, ഖുർആൻ പാരായണമാണെങ്കിൽ കുറച്ചാണെങ്കിൽ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ 83 വർഷം ഖുർആൻ പാരായണം ചെയ്ത കൂലി, 83 വർഷം നമസ്കരിച്ച കൂലി, 83 വർഷം സദക്ക ചെയ്ത കൂലി, 83 വർഷം നമ്മൾ പിന്നെ ഈ വെള്ളത്തിന്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ പിന്നെ പള്ളി പണിയല്, ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ 83 വർഷം നമ്മൾ ആ ചെയ്ത കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു അവസാനത്തെ 10 അത്രയും പ്രാധാന്യം കൊടുത്ത് നമ്മൾ നോക്കി കാണേണ്ടതൊക്കെ. മൂസ അലൈഹി ഇസ്ലാമും
മൂസ അലൈഹി ഇസ്ലാമും ഇസ്രായേലിയരും ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട സംഭവം ഇതിൽ പറയുന്നുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തുബൈന്റെ ജനതയെ നശിപ്പിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. സ്വർഗാവകാശികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, നരകാവകാശികൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച്, ഇതൊക്കെ പറയുന്ന സൂറത്താണ് സൂറത്ത് ദുഖാൻ. അതുകൊണ്ട് തന്നെ സൂറത്ത് ദുഖാൻ ചെറിയൊരു സൂറത്താണെങ്കിൽ കൂടി ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് സൂറത്ത് ദുഖാൻ ഒക്കെ. പിന്നെ അതിനുശേഷം സൂറത്ത് ജാസിയയാണ്. ജാസിയ മുട്ടുകുത്തുന്നവരെന്ന അർത്ഥത്തിലാണ് അതിന്റെ വാക്കുള്ളത്. അത് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മളെല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു ആലം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ നല്ല അടിമകളാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മളെ അമലുകളൊക്കെ ധൂളികളായി പോകുന്നത് കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ അമലുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യും, പക്ഷെ അത് മറ്റുള്ളവരെ അതിന്റെ ഇടയിൽ നമ്മൾ ചേർക്കുമ്പോൾ അവർക്ക് കൂടി അത് അമലുകൾ വീതം വെച്ച് പോകും. നാളെ പരലോകത്ത് ഒരുപാട് അമലുമായിട്ട് നമ്മൾ ചെന്നിട്ട് അള്ളാഹുവെ ഞാൻ ഇത്രയൊക്കെ അമല് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയില്ല. അപ്പൊ നമ്മൾ ചോദിക്കും എന്താ കാരണം എന്ന്. അപ്പൊ പറയും ഇതാ നിന്റെ ഈ അമല് ഇതാ ഇവർക്കൊക്കെ വീതിച്ചു കൊടുക്കേണ്ടി വന്നു, കാരണം നീ അവരുടെ എല്ലാവരെയും ഹക്ക് തൊട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ എല്ലാവരെയും നീ നീ എന്തെങ്കിലും തരത്തില് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അമലുകളൊക്കെ കൊടുത്ത് അവസാനം നമ്മൾ പാപ്പരായി പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുനിയാവില് പാപ്പരായവർ ആരെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബികളെ. അപ്പൊ സഹാബാസ് ചോദിക്കും ആരാണ് റസൂലെ ദുനിയാവിൽ പാപ്പരായി പോയത്? അവ പറയും അവര് ഒരുപാട് അമലുമായിട്ടാണ് അള്ളാഹിന്റെ അടുത്ത് ചെന്നത്, പക്ഷെ അവിടെ ചെന്നപ്പം ആ അമലൊന്നും അവർക്ക് ഉപകാരപ്പെട്ടില്ല. അവരുടെ അമലുകളൊക്കെ മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കേണ്ടി വന്നു, അതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ അമലുകളൊക്കെ അവരവരെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ പരിശ്രമിക്കുക. മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്നും ഇല്ലാത്തവരായി പോകാനതിൽ നിന്ന് നമ്മളെ തന്നെ നഫ്സിനെ കാത്തുരക്ഷിക്കുക, നാവിനെ കാത്തുരക്ഷിക്കുക. നമ്മളെ നാവ് കൊണ്ട് പലതും നമുക്ക് പറയാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും, പല കാര്യങ്ങളും. പക്ഷെ ഒന്നും നമ്മൾ പറയാതിരിക്കുക, നമ്മളിങ്ങനെ വിഴുങ്ങിക്കളയുക. നമുക്ക് പറയാൻ ആഗ്രഹം വരുമ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ആക്കുക. നമ്മളൊരു ഇറക്കൂലേ, ആ ഇറക്കിയിട്ട് അങ്ങനെ നഫ്സിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊടുക്കുക. ഒക്കെ വേണ്ട എനിക്ക് പറയണ്ട എന്നുള്ള രീതിയിലൊക്കെ അതായിരിക്കും ഏറ്റവും ഹൈറായിട്ടുള്ളത്. പിന്നെ അള്ളാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അള്ളാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അതിന് ഒരു അജ്ർ തോന്നുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഹൃദയം തുറക്കപ്പെടും. ഈ റമദാൻ കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് പല ഇബാദത്തുകൾക്കും പല അമലുകൾക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ തൗഫീക്ക് നൽകും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ സുഖ്റുഫ് ആണ് കേട്ടോ. ഹാമീം. കാര്യങ്ങൾ വിശദമാക്കുന്ന വേദഗ്രന്ഥം തന്നെയാണ്. തീർച്ചയായും നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഒരു ഖുർആൻ ആക്കിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാകുന്നു. തീർച്ചയായും അത് മൂലഗ്രന്ഥത്തിൽ നമ്മുടെ അടുക്കൽ സൂക്ഷിക്കപ്പെട്ടതത്രേ. അത് ഉന്നതവും ജ്ഞാനസമ്പത്തും തന്നെയാകുന്നു. അപ്പോൾ നിങ്ങൾ അതിക്രമകാരികളായ ജനങ്ങളായതിനാൽ നിങ്ങളെ ഒഴിവാക്കി വിട്ടുകൊണ്ട് ഈ ഉത്ബോധനം നിങ്ങളിൽ നിന്ന് നാം മാറ്റിവെക്കുകയോ? പൂർവ്വ സമുദായങ്ങളിൽ എത്രയോ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ഏതൊരു പ്രവാചകൻ അവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരാകാതിരുന്നിട്ടില്ല. അങ്ങനെ ഇവരെക്കാൾ കനത്ത കയ്യൂക്കുണ്ടായിരുന്നവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. പൂർവികന്മാരുടെ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും പ്രതാപിയും സർവജ്ഞനുമായിട്ടുള്ളവനാണ് അവനെയാണ് അവ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. അതെ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കുകയും നിങ്ങൾ നേരായ മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ പാതകൾ ഉണ്ടാക്കി തരികയും ചെയ്തവനാണ് അവൻ. ഭൂമിയെ നമുക്ക് തൊട്ടിലാക്കി തന്നു എന്നാണ്. അത്രയും നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. എന്നിട്ടും ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ ചില ആളുകൾ എടുക്കാതെ പോകുന്നത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നതാണ്. കാരണം ദീന് വേണം, നമ്മൾ ജീവിതത്തിൽ പിന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ദുനിയാവിയായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഒരു ഇണയോടുള്ള കടമ വെച്ചിട്ട് തന്നെയാണ് ആ ഭർത്താവിന് എന്ത് വെച്ചിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ ഒരു സഹാബി പിന്നെ രാത്രി മുഴുവൻ നമസ്കരിക്കുകയും പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇബാദത്തുമായിട്ട് നടക്കുമ്പോൾ ഭാര്യ പോയിട്ട് കംപ്ലൈന്റ് പറയും. പിന്നെ
അമീറിനോട്. അങ്ങനെ പിന്നെ അവരെ വിളിപ്പിച്ചിട്ട് ഭർത്താവിന് അടുത്തേക്ക് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിനെ ഏൽപ്പിക്കും. അങ്ങനെ ആ സഹാബി അവിടെ ചെന്ന് അവിടെ രാപ്പാർക്കുകയും പിന്നെ ഈ ഈ പറയപ്പെട്ട ആള് പിന്നെ രാത്രിയിൽ ഉറക്കമുണർന്ന് നമസ്കാരത്തിന് പോകുമ്പം ആ സഹാബി പറയും, നീ നിന്റെ ഭാര്യന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു മടങ്ങുക. കാരണം ഭാര്യക്ക് കൊടുക്കേണ്ട കടമ, ഭാര്യയോട് കൊടുക്കേണ്ട ശാരീരികമായിട്ടുള്ള ആവശ്യം, അതും കൂടി പൂർത്തിയാക്കാനും കൂടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമ്മളെ വെച്ചിട്ടുള്ളത്. നമ്മളെ പരസ്പരം ഇണകളാക്കി വെച്ചതും നമ്മളെ മക്കള് നൽകിയതും ഒക്കെ നമുക്ക് അതിൽ നിന്നുള്ള അജ്ർ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആ സന്തോഷങ്ങളും നമ്മൾ എടുക്കണം, അത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും നമ്മൾ എടുക്കണം. അതിന്റെ കൂടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. ദുനിയാവും ലഭിച്ചവരാവണം, ആഖിറവും ലഭിച്ചവനാകണം. അതുകൊണ്ടാണ് ആ ദുആ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്നാണ്. ദുനിയാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് നൽകണേ, ആ പരലോകത്ത് നിന്നുള്ള അനുഗ്രഹം നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. ഈ ദുആന്റെ അർത്ഥം തന്നെ അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു, നിന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദുനിയാവിലേക്ക് അയച്ചാണ്, അതുകൊണ്ട് ആഖിറം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചാൽ മതിയെന്ന്. ഈ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ പഠിപ്പിച്ചത് ദുനിയാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എടുക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ ഒഴിവാക്കി കളയുകയാണെങ്കിൽ അതിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തി ഉണ്ട്. അത് നമ്മൾ സ്വയം ഉണ്ടാക്കി വെച്ച ഒരു പ്രയാസമാണ്. നമുക്ക് എന്തുകൊണ്ട് ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും നേടിക്കൊണ്ട് തന്നെ പരലോകത്തിന് വേണ്ടി പരിശ്രമിച്ചുകൂടാ? പല ആളുകളും ചെയ്യാതെ പോയതിന്റെ ആ ഫലമാണ് ഇന്ന് ലോക മുസ്ലിങ്ങൾ മുഴുവനും അനുഭവിക്കുന്നത്. പല ആളുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ പരിപൂർണമായി വിനിയോഗിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ അനുഗ്രഹങ്ങളെ നീക്കി വെക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ലോക മുസ്ലിങ്ങൾ മുഴുവനും പല സമൂഹങ്ങളിലൂടെ പ്രയാസം അനുഭവിക്കുന്നത്. കാരണം അവര് ആഖിറം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിന്റെ കാര്യങ്ങളിൽ അവർ വിട്ടുപോയി. ദുനിയാവിൽ നിന്ന് നേടിയെടുക്കേണ്ട അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയും അതിൽ ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ലോക മുസ്ലിങ്ങൾ ഇന്നും ഇസ്സത്തിൽ തന്നെ ആയിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ലോക മുസ്ലിങ്ങൾ എന്താണ്? ഇസ്സത്ത് കെട്ടവരായി പോയി. എന്താ കാരണം? അവർക്ക് ഭയം വന്നു അവരുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അവരെ അടക്കി ഭരിക്കാനെന്ന് ലോകത്ത് പല ആളുകളും പുറത്തു നിന്ന് വന്നു. പല യാജൂജ് മാജൂജ് വന്നു. അതുകൊണ്ട് തന്നെ ഇത് വന്നതിന് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ വിനിയോഗിക്കുക, മറ്റുള്ള ഒരു സമുദായത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ശേഷം വരാൻ പോകുന്ന മറ്റൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് ആ അനുഗ്രഹങ്ങൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ എടുത്തു വെക്കുക. നമ്മുടെ അമലായിട്ട് അത് അവിടെ എടുത്തു വെക്കുക. നമ്മൾ ഭൂമിയിൽ നിന്ന് പോകും. അത് മറ്റുള്ള പുതിയ സമൂഹങ്ങൾ അത് അനുഭവിക്കട്ടെ. അവരിൽ നിന്ന് ആ അനുഗ്രഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരട്ടെ. നമ്മൾ എന്തിനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പല നന്മകളും നമ്മൾ ചെയ്യാതെ വിട്ടുപോകുന്നത് കൊണ്ട് നമ്മൾക്ക് ശേഷം വരുന്ന സമൂഹം അതിന്റെ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നിന്നുള്ള അമല് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഇബാദത്ത് മാത്രമാക്കിക്കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ നമ്മളെ സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ദുനിയാവ് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് തൊട്ടിലാക്കി തന്നു എന്നാണ്. അത്രയും സോഫ്റ്റ് ആക്കി നമ്മളെ ഒരു തൊട്ടിലിങ്ങനെ ആടുമ്പോൾ എങ്ങനെയാണ്, അത്രയും തൃപ്തിപ്പെട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും ദുനിയാവിൽ നൽകിയതിൽ. പക്ഷെ പല ആളുകളും പ്രയാസം സ്വയം ഏറ്റുവാങ്ങിയിട്ടാണ് ദുനിയാവിൽ ജീവിച്ചു മടങ്ങുന്നത്. അതിനെ തൊട്ടിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാവുന്ന അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുക. അത് മറ്റൊരു തലമുറക്ക് വേണ്ടിയിട്ട്, ഇനി വരാൻ പോകുന്ന ഒരു തലമുറക്ക് വേണ്ടിയിട്ട് നമ്മളെ ജാരിയായ സദക്കയാക്കിയിട്ട് നമ്മളത് ദുനിയാവിൽ വെച്ചിട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഖബറിലേക്കും ആ അനുഗ്രഹം എത്തും. നാളെ പരലോകത്തും നമ്മൾ അറിയപ്പെടും. കാരണം ഈ വരും തലമുറകൾ മുഴുവനും നമ്മൾ ചെയ്തു വെച്ച ആ അനുഗ്രഹത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയാണ്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ലോകത്ത് നമുക്ക് ഒരുപാട് കഴിവുകൾ നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുണ്ട്. പല പല പിന്നെ ബുദ്ധിയും യുണീക്കായിട്ട് നമുക്ക് ചെയ്യാനും ഒക്കെ പല ആളുകൾക്കും കഴിയും. പ്രത്യേകിച്ചും ഇസ്ലാമിക ചിട്ടയിൽ വളരുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിശക്തിയായിരിക്കും എന്നാണ്. പക്ഷെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ അതിനെ വെറും ഒരു 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 പിന്നെ ഒരു ശരീരമായിട്ട് നമ്മൾ കണ്ട് നമ്മളതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് നാളെ പരലോകത്ത് ചെന്ന് നിന്നിട്ട് അമലുകളെ പറ്റി ചോദിക്കുമ്പം നമ്മൾ ചെയ്ത അമലുകളുടെ എണ്ണം എടുക്കുമ്പം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് തന്നെ ശ്രദ്ധയോട് കൂട്ടിയിട്ട് നമ്മൾ ജീവിക്കുക. ദുനിയാവിൽ കിട്ടിയ അവസരങ്ങൾ വിനിയോഗിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദുനിയാവിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അത് മറ്റൊരു തലമുറക്ക് വേണ്ടിയിട്ട് അത് എടുത്തു വെക്കാനും പല പല
പല പല നല്ല നല്ല ഉന്നതമായ നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ശാസ്ത്രജ്ഞന്മാര് പല പല രീതിയിൽ, പണ്ഡിതന്മാര് ഒക്കെ ആയിട്ട് നമുക്ക് മാറാം. പക്ഷെ നമ്മളൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാത്തൊരു ഒരു പിന്നെ ഒരു ഇസ്സത്ത് കെട്ട ഒരു മനുഷ്യ സമൂഹമായിട്ട് മുസ്ലിം സമൂഹം മാറുകയാണ് എന്നുള്ളത് വളരെ ഖേദകരമാണ്. അതുകൊണ്ട് ഇന്ന് കാണുന്ന ഗസയും ഒക്കെ അതിൽ നിന്ന് വന്നതാണ്. ഗസയും പല രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ടതിനെ പറ്റിയൊക്കെ നിങ്ങൾ കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ പല രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പല രാജ്യങ്ങളും ഇന്ന് ഒന്നുമല്ലാതായി പോയിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് നശിപ്പിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അതിന്റെ ആ അനുഗ്രഹത്തെ എടുത്തു കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എപ്പോഴും നമ്മൾ ദുനിയാവിൽ നേടിയെടുക്കണം. ദുനിയാവിന് വേണ്ടിയിട്ടല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാനോ സമ്പത്തുണ്ടാക്കി ദുനിയാവിൽ എനിക്ക് എത്ര കോടികൾ സമ്പത്തുണ്ട് എന്ന് പറയാനല്ല, മറ്റൊരു തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരുക്കി വെച്ചു കൊടുക്കണം. അവർക്കും അത് ഉപയോഗിക്കാനും അവരെ ഏറ്റവും വേഗതയിൽ ദുനിയാവിൽ നിന്ന് നേടേണ്ടത് നേടി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അതിനെ വിട്ടുകൊടുത്ത് അങ്ങനെ അങ്ങനെ പോകണം. ദുനിയാവിൽ അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ വെച്ചിട്ടുള്ളത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അവർക്ക് ഇങ്ങനെ ഒരുക്കി 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 പോകണം. നമ്മുടെ ശേഷം വരുന്ന സമൂഹവും അതുപോലെ തന്നെ. അപ്പൊ ഈ ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്, മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് അത്രയും ഇസ്സത്തുള്ളവരും ആർക്കും തൊടാൻ പറ്റാത്ത അത്രയും ശക്തിയുള്ള ഒരു സമുദായമായിട്ട് മാറും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല സംഭവിച്ചത്. കാലഘട്ടത്തിൽ അവരവരുടെ കാര്യം മാത്രം, അവരവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം, അങ്ങനെയായിട്ട് മുസ്ലിം സമുദായം ഇസ്സത്തില്ലാത്ത സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മളൊക്കെ മാറി ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിനാവും അള്ളാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇന്നും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോഴും ജീവിക്കുകയാണ്. അവര് വന്ന് അടിച്ചു, ഇവര് വന്ന് കാട്ടി, ഇവര് വന്ന് നിന്നെ തോണ്ടി, ഇതാണ് നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ നമുക്ക് എവിടെ നന്നാവാൻ പറ്റും, നമുക്ക് എങ്ങനെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി മാറി എന്നുള്ളത് നമ്മൾ സ്വന്തത്തോടൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ മുന്നിൽ കൈ ചൂണ്ടിക്കൊണ്ട് നമ്മൾ നടക്കുകയാണ്. പ്രത്യേകിച്ചും ഈ റമദാനിലെ ആർക്കൊക്കെ റമദാൻ കിട്ടിയെന്നുള്ളത് ചോദ്യം തന്നെയാണ്. കാരണം അത്രയും വലിയൊരു ഫിത്നയാണ് നമുക്കിടയിലേക്ക് വന്നത്. നമ്മൾ പല രാജ്യങ്ങളിലും പല രാജാക്കന്മാർക്കും അതിന്റെ അത് മുഴുവൻ അജർ മുഴുവൻ കൊടുത്തിട്ടുണ്ടാവും. ഒരു ദിവസം ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യം അവരെ കുറിച്ച് പറഞ്ഞ് നമ്മൾ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നമ്മൾ മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുത്തവരായിട്ട് ഈ റമദാൻ ആയി പോകരുത്. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. ഓക്കെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു തൊട്ടിലാക്കുകയും നിങ്ങൾ നേരായ മാർഗം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ പാതകൾ ഉണ്ടാക്കി തരികയും ചെയ്തവനാണ് അവൻ. ആകാശത്തിൽ നിന്നൊരു തോതനുസരിച്ച് വെള്ളം വർഷിപ്പിച്ച് തരികയും ചെയ്തവൻ. എന്നിട്ട് അതുമൂലം നാം നിർജീവമായ രാജ്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. എല്ലാ ഇണകളെയും സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് സവാരി ചെയ്യാനുള്ള കപ്പലുകളും കാലുകളും നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ. അവയുടെ പുറത്ത് നിങ്ങൾ ഇരുപ്പുറപ്പിക്കുവാനും എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുപ്പുറപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുവാനും നിങ്ങൾ ഇപ്രകാരം പറയുവാനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇതിനെ വിധേയമാക്കി തന്നവൻ എത്ര പരിശുദ്ധൻ, ഞങ്ങൾക്കതിനെ ഇണക്കുവാൻ കഴിയുമായിരുന്നില്ല. തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് തിരിച്ചെത്തുന്നവർ തന്നെയാകുന്നു. അവന്റെ ദാസന്മാരിൽ ഒരു വിഭാഗത്തെ അവരത് അവന്റെ അംശം അഥവാ മക്കളാക്കി വെച്ചിരിക്കുന്നു. തീർച്ചയായും മനുഷ്യൻ പ്രത്യക്ഷമായി തന്നെ തികച്ചും നന്ദികെട്ടവനാകുന്നു. അതല്ല, താൻ സൃഷ്ടിക്കപ്പെട്ട കൂട്ടത്തിൽ നിന്ന് പെൺമക്കളെ അവൻ സ്വന്തമായി സ്വീകരിക്കുകയും ആൺമക്കളെ നിങ്ങൾക്ക് പ്രത്യേകമായി നൽകുകയും ചെയ്തിരിക്കുകയാണോ? അവരിൽ ഒരാൾക്ക് താൻ പരമകാരുണികന് ഉപമയായി എടുത്തു കാണിക്കാറുള്ളതിന് പെൺകുഞ്ഞിനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖം കരുവാളിച്ചതാകുകയും അവൻ കുണ്ഠിതനാവുകയും ചെയ്യുന്നു. പെൺമക്കളെ കിട്ടുന്നത് പല ആളുകൾക്കും ഭയങ്കര പ്രയാസമാണ്. അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പെൺമക്കളെ കിട്ടുന്നത്. ആമക്കളാണെന്നുണ്ടെങ്കിൽ അവര് ഭയങ്കര സന്തോഷിക്കും. അതിനെ പറ്റിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പെൺമക്കളും ആമക്കളും ഒക്കെ അതൊന്നുമല്ല കാര്യം, നമ്മൾക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ സന്തതികളാവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഒക്കെ ആഭരണം അണിഞ്ഞ് വളർത്തപ്പെടുന്ന വാഗ്വാദത്തിൽ ന്യായം തെളിയിക്കാൻ കഴിവില്ലാത്ത ഒരാളാണോ അള്ളാഹുവിന് സന്താനമായി കൽപ്പിക്കപ്പെടുന്നത്? അതായത് പിന്നെ പെൺകുട്ടികളെ അറിയാലോ, അവര് ലജ്ജയുള്ളവരും അവർ ഒതുങ്ങി ജീവിക്കുന്നവരും അവര് പിന്നെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പിന്നെ മോടി കാണിച്ച് ജീവിക്കുന്നവരും പിന്നെ തർക്കിക്കുമ്പോൾ തർക്കത്തിൽ വിജയിക്കാൻ കഴിയാത്തവരുമാണ് സ്ത്രീകൾ എന്ന് പറയാം. അവരിങ്ങനെ കുറച്ച് തർക്കിക്കും, പിന്നെ അത് കഴിഞ്ഞാല് കരച്ചിലും, അവര് ആ തർക്കത്തിൽ വിജയിക്കാൻ അവർക്ക് പറയാനുള്ള സംസാരിക്കാനുള്ള കഴിവില്ലാത്തവരുമാണ്. ന്യായങ്ങൾ സംസാരിക്കാൻ അറിയാത്തവരാണ് സ്ത്രീകൾ. പലരും സംസാരിക്കും, പക്ഷെ സംസാരിക്കുന്നത് എന്താണ്, വെറുതെ കുറേ ഇങ്ങനെ അനാവശ്യങ്ങൾ സംസാരിച്ച് പോകുക എന്നുള്ളതല്ലാതെ
ഒരു പുരുഷൻ സംസാരിക്കുന്നത് പോലെ കാര്യമായിട്ട് പറയുന്നവര് സ്ത്രീകളിൽ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു കഴിവില്ലാത്ത ആളുകളെയാണോ എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സന്താനമായിട്ട് നിങ്ങൾ കൽപ്പിക്കുന്നതെന്ന്. അതായത് ഒരു സമുദായമുണ്ട്, അവരെന്താണ്, അവരുടെ സ്ത്രീകളെ എന്താക്കും, അവർ മണവാട്ടികളായിട്ട് അള്ളാഹുവിന്റെ മണവാട്ടികളായിട്ടൊക്കെയാണ് അവര് അതിനെ വ്യാഖ്യാനിച്ച് അവർ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, പെൺമക്കളെ എനിക്ക് തരികയും ആ മക്കളൊക്കെ നിങ്ങളുടെ കഴിവായിട്ട് നിങ്ങൾ എടുക്കുകയാണോ എന്നുള്ളത്. പരമകാരുണ്യന്റെ ദാസന്മാരായ മലക്കുകളെ അവർ പെൺമക്കളാക്കിയിരിക്കുന്നു. അവര് മലക്കുകളെ സൃഷ്ടിച്ചതിന് അവർ സാക്ഷ്യം വഹിച്ചിരുന്നു. അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തപ്പെടുന്നതും അവർ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടിമകൾ മലക്കുകളെ അവര് പെൺമക്കളാക്കിയിട്ടൊക്കെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല പല രൂപങ്ങളൊക്കെ വെച്ച് വെച്ച് സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്ത്രീകളെ ഒരു പെണ്ണിന്റെ മുഖത്തിലായിരിക്കും അവര് മലാഖമാരൊക്കെ ചിറകൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അപമാനിക്കുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിയാണ് മലക്കുകള്, അത് നിങ്ങൾക്ക് പെൺമക്കളല്ല അവര് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. പരമകാരുണികൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ മലക്കുകളെ ആരാധിക്കുമായിരുന്നില്ല എന്ന് അവർ പറയുകയും ചെയ്യും. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആരാധിക്കുന്നത്. അള്ളാഹ് നിശ്ചയിച്ചിരുന്നില്ലെന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആരാധിച്ചു നിൽക്കൂലല്ലോ എന്ന് ഒക്കെ അള്ളാഹ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന രീതിയിലാണ് എല്ലാവരും പറയുക. എല്ലാവരും അതാണ് പറയുക, അള്ളാഹ് നിശ്ചയിച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അള്ളാഹ് നിശ്ചയിച്ചുകൊണ്ടല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, അവനവന്റെ കഴിവുകേടാണെന്ന് ആരും സമ്മതിച്ചു തരൂല എന്നാണ്. ഇവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, അവർ ഊഹിച്ചു പറയുക മാത്രമാകുന്നു. അതല്ല, അവർക്ക് നാം ഇതിനു മുമ്പ് വല്ല ഗ്രന്ഥവും നൽകിയിട്ട് അവർ അതിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണോ? അല്ലാതെ ഞങ്ങളുടെ പിതാക്കൾ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളിൽ നേർമാർഗം കണ്ടെത്തിയിരിക്കുകയാണ് എന്ന് ആണ് അവർ പറയുക. അതുപോലെ തന്നെ നിനക്ക് മുമ്പ് ഏതൊരു രാജ്യത്ത് നാം താക്കീതുകാരനെ അയച്ചപ്പോഴും ഞങ്ങളുടെ പിതാക്കളെ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നവരായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളെ അനുഗമിക്കുന്നവരാകുന്നു എന്ന് അവിടെയുള്ള സുഖലോലുപന്മാർ പറയാതിരുന്നിട്ടില്ല. അദ്ദേഹം താക്കീതുകാരൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കളെ ഏതൊരു മാർഗത്തിൽ കണ്ടെത്തിയോ അതിനേക്കാളും നല്ല മാർഗം കാണിച്ചു തരുന്ന ഒരു സന്ദേശവും കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾ പിതാക്കളെ തന്നെ അനുകരിക്കുകയാണോ? അവർ പറഞ്ഞു, നിങ്ങൾ ഏതൊരു സന്ദേശവും കൊണ്ട് അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ തീർച്ചയായും ഞങ്ങൾ വിശ്വാസമില്ലാത്തവരാകുന്നു. അതിനാൽ നാം അവർക്ക് ശിക്ഷ നൽകിയപ്പോൾ ആ സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. ഇബ്രാഹിം തന്റെ പിതാവിനോടും ജനങ്ങളോടും ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു, തീർച്ചയായും ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാകുന്നു, എന്നെ സൃഷ്ടിച്ചവനൊഴികെ, കാരണം തീർച്ചയായും അവൻ എനിക്ക് മാർഗദർശനം നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ സത്യത്തിലേക്ക് മടങ്ങേണ്ടതിനായി ആ പ്രഖ്യാപനത്തെ അദ്ദേഹം അവർക്കിടയിൽ നിലകൊള്ളുന്ന ഒരു വചനമാക്കുകയും ചെയ്തു. അല്ല, ഇക്കൂട്ടർക്കും അവരുടെ പിതാക്കൾക്കും ഞാൻ ജീവിതസുഖം നൽകി സത്യസന്ദേശവും വ്യക്തമായി വിവരിച്ചു കൊടുക്കുന്ന ഒരു ദൂതനും അവരുടെ അടുത്ത് വരുന്നതുവരെ. അവർക്ക് സത്യം വന്നെത്തിയപ്പോഴാകട്ടെ അവർ പറഞ്ഞു, ഇതൊരു മായാജാലമാണ്, തീർച്ചയായും ഞങ്ങൾ അതിൽ വിശ്വാസമില്ലാത്തവരാകുന്നു. ഈ രണ്ട് പട്ടണത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷന്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും അവർ പറഞ്ഞു. ഇവരാണോ നിന്റെ രക്ഷിതാവിനെ അനുഗ്രഹം പങ്കുവെച്ചു കൊടുക്കുന്നത്? നാമാണ് ഐഹിക ജീവിതത്തിൽ അവർക്കിടയിൽ അവരുടെ ജീവിതമാർഗം പങ്കുവെച്ചു കൊടുത്തത്. അവരിൽ ചിലരെ വെക്കത്തക്കവണ്ണം അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ഉപരി നാം പല പടികൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യമാകുന്നു അവർ ശേഖരിച്ചു വെക്കുന്നതിനേക്കാൾ ഉത്തമം. മനുഷ്യർ ഒരേ തരത്തിലുള്ള ദുഷിച്ച സമുദായമായി പോകുമായിരുന്നില്ലെങ്കിൽ പരമകാരുണികളിൽ അവിശ്വസിക്കുന്നവർക്ക് അവരുടെ വീടുകൾക്ക് വെള്ളി കൊണ്ടുള്ള മേൽപ്പൂരകളും അവർക്ക് കയറിപ്പോകാവുന്ന വെള്ളി കൊണ്ടുള്ള കോണികളും നാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവരുടെ വീടുകൾക്ക് വെള്ളിവാതിലുകളും അവർക്ക് ചാരിയിരിക്കാൻ വെള്ളിക്കട്ടിലുകളും സ്വർണം കൊണ്ടുള്ള അലങ്കാരവും നാം നൽകുമായിരുന്നു. എന്നാൽ അതെല്ലാം ഐഹിക ജീവിതത്തിൽ സുഖഭോഗം മാത്രമാകുന്നു. പരലോകം തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ സൂക്ഷ്മത പാലിക്കുന്നവർക്കാകുന്നു. പരമകാരുണികന്റെ ഉത്ബോധനത്തിന്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും, എന്നിട്ട് ആ പിശാച് അവന് കൂട്ടാളിയായിരിക്കും. തീർച്ചയായും അവർ പിശാചുക്കൾ അവരെ നേർമാർഗത്തിൽ നിന്ന് തടയും, തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അടുത്ത് വന്നെത്തുമ്പോൾ തന്റെ കൂട്ടാളിയായ പിശാചിനോട് അവൻ പറയും, എനിക്കും നിനക്കുമിടയിൽ ഉദയാസ്തമന സ്ഥാനങ്ങൾ തമ്മിലുള്ള അകലം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്. അപ്പോൾ ആ കൂട്ടുകാരൻ എത്ര ചീത്ത. നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കെ നിങ്ങൾ ശിക്ഷയിൽ പങ്കാളികളാകുന്നു എന്ന വസ്തുത ഇന്ന് നിങ്ങൾക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല. എന്നാൽ നബിയെ, നിനക്ക് ബധിരന്മാരെ കേൾപ്പിക്കുവാനും അന്ധന്മാരെ വ്യക്തമായ ദുർമാർഗത്തിലുള്ളവരെയും വഴികാണിക്കുവാനും കഴിയുമോ? ഇനി നിന്നെ നാം കൊണ്ടുപോകുന്ന പക്ഷം അവരുടെ നേരെ നാം ശിക്ഷാ നടപടി എടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അഥവാ നാം അവർക്ക് താക്കീത് നൽകിയതിന് ശിക്ഷയ്ക്ക് നിനക്ക് നാം കാട്ടിത്തരികയാണെങ്കിലോ നാം അവരുടെ
അവരുടെ കാര്യത്തിൽ കഴിവുള്ളവൻ തന്നെയാകുന്നു. ആകയാൽ നിനക്ക് ബോധനം നൽകപ്പെട്ടത് നീ മുറുകെ പിടിക്കുക. തീർച്ചയായും നീ നേരായ പാതയിലാകുന്നു. തീർച്ചയായും അത് നിനക്കും നിന്റെ ജനതക്കും ഒരു ഉത്ബോധനം തന്നെയാകുന്നു. വഴിയെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിനക്ക് മുമ്പ് നമ്മുടെ ദൂതന്മാരായി നാം അയച്ചവരോട് ചോദിച്ചു നോക്കുക. പരമകാരുണികൻ നിനക്ക് മുമ്പ് നമ്മുടെ ദൂതന്മാരായി നാം അയച്ചവരോട് നീ ചോദിച്ചു നോക്കുക. പരമകാരുണികൻ പുറമെ ആരാധിക്കപ്പെടേണ്ട വല്ല ദൈവങ്ങളെയും നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന്. മൂസയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിറൗന്റെയും അവന്റെ പൗരമുഖ്യന്മാരുടെയും അടുത്ത് നാം അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവിന്റെ ദൂതനാകുന്നു. അങ്ങനെ അദ്ദേഹം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ അവയെ കളിയാക്കി ചിരിക്കുന്നു. അവർക്ക് നാം ഓരോ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ ഇണയേക്കാൾ മഹത്തരമായിക്കൊണ്ട് അവർ തന്നെയാകുന്നു. അവർ ഖേദിച്ചു മടങ്ങുവാൻ വേണ്ടി നാം അവരെ ശിക്ഷകൾ മുഖേന പിടികൂടുകയും ചെയ്യും. അവർ പറഞ്ഞു, ഹേ ജാലവിദ്യക്കാരാ, താങ്കളുമായി താങ്കളുടെ രക്ഷിതാവ് കരാർ ചെയ്തിട്ടുള്ളതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അവനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഞങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയാകുന്നു. എന്നിട്ട് അവരിൽ നിന്ന് നാം ശിക്ഷ എടുത്തു കളഞ്ഞപ്പോൾ അവരത് വാക്കുമാറുന്നു. ഫിറൗൻ തന്റെ ജനങ്ങൾക്കിടയിൽ ഒരു വിളംബരം നടത്തി. അവൻ പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ? ഈ നദികൾ ഒഴുകുന്നതാകട്ടെ എന്റെ കീഴിലൂടെയാണ്. എന്നിരിക്കെ നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയുന്നില്ലേ? അല്ല, ഹീനമായിട്ടുള്ളവനും വ്യക്തമായി സംസാരിക്കാൻ കഴിവില്ലാത്തവനുമായ ഇവനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയാകുന്നു. അപ്പോൾ ഇവന്റെ മേൽ സ്വർണ്ണവളകൾ അണിയിക്കപ്പെടുകയോ ഇവനോടൊപ്പം തുണയായിക്കൊണ്ട് മലക്കുകൾ വരികയോ ചെയ്യാത്തതെന്താണ്? അങ്ങനെ ഫിറൗൻ തന്റെ ജനങ്ങളെ വിഡ്ഢിയാക്കി. അവർ അവനെ അനുസരിച്ചു. തീർച്ചയായും അവർ അധർമ്മകാരികളായ ഒരു ജനതയാകുന്നു. അങ്ങനെ അവർ നമ്മെ പ്രകോപിപ്പിച്ചപ്പോൾ നാം അവരെ ശിക്ഷിച്ചു. അവരെ മുഴുവൻ നാം മുക്കി നശിപ്പിച്ചു. അങ്ങനെ അവരെ നാം പൂർവ്വമാതൃകയും പിന്നീട് വരുന്നവർക്ക് ഒരു ഉദാഹരണവുമാക്കി തീർത്തു. മറിയമിന്റെ മകൻ ഒരു ഉദാഹരണമായി എടുത്തു കാണിക്കപ്പെട്ടപ്പോൾ നിന്റെ ജനതയത അതിന്റെ പേരിൽ ആർത്തു വിളിക്കുന്നു. ഞങ്ങളുടെ ദൈവങ്ങളാണോ ഉത്തമം, അതല്ല അദ്ദേഹമാണോ എന്നവർ പറയുകയും ചെയ്തു. അവർ നിന്റെ മുമ്പിൽ അതെടുത്ത് കാണിച്ചത് ഒരു തർക്കത്തിനായി മാത്രമാണ് എന്ന് തന്നെയല്ല, അവർ പിടിവാശിക്കാരായ ജനവിഭാഗമാകുന്നു. അദ്ദേഹം നമ്മുടെ ദാസൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് നാം അനുഗ്രഹം നൽകുകയും അദ്ദേഹത്തെ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഒരു മാതൃകയാക്കുകയും ചെയ്തു. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ തലമുറയായിരിക്കത്തക്ക വിധം നിങ്ങളിൽ നിന്ന് തന്നെ നാം മലക്കുകളെ ഭൂമിയിൽ ഉണ്ടാക്കുമായിരുന്നു. തീർച്ചയായും അദ്ദേഹം അന്ത്യസമയത്തിനുള്ള ഒരു അറിയിപ്പാകുന്നു. അതിനാൽ അവനെ അന്ത്യസമയത്തെ പറ്റി നിങ്ങൾ സംശയിച്ചു പോകരുത്. എന്നെ നിങ്ങൾ പിന്തുടരുക, ഇതാകുന്നു നേരായ പാത. പിശാച് അതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ. തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. വ്യക്തമായ തെളിവുകളും കൊണ്ട് ഈസ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, തീർച്ചയായും വിജ്ഞാനവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ അഭിപ്രായ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ വേണ്ടിയും. ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവാൻ. തീർച്ചയായും അള്ളാഹു തന്നെയാകുന്നു എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക, ഇതാകുന്നു നേരായ പാത. എന്നിട്ട് അവർക്കിടയിൽ കക്ഷികൾ ഭിന്നിച്ചു. എന്നാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് വേദനയേറിയ ദിവസത്തെ ശിക്ഷ മൂലം നാശം. അവർ ഓർക്കാതിരിക്കെ പെട്ടെന്ന് അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നതിനെ അല്ലാതെ അവർ നോക്കിയിരിക്കുന്നുണ്ടോ? സുഹൃത്തുക്കൾ ആ ദിവസം അന്യോന്യം ശത്രുക്കളായിരിക്കും. സൂക്ഷ്മത പാലിക്കുന്നവരവർക്ക്, എന്റെ ദാസന്മാരെ, എന്ന് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുകയും കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കുകയും ചെയ്തവരത്രയാ നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. സ്വർണ്ണത്തിന്റെ തളികകളും പാനപാത്രങ്ങളും അവർക്ക് ചുറ്റും കൊണ്ടു നടക്കപ്പെടും. മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ള സ്വർഗമത്രയത്. നിങ്ങൾക്കതിൽ പഴങ്ങൾ ധാരാളമായി ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കും. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാം. തീർച്ചയായും കുറ്റവാളികൾ നരകശിക്ഷയിൽ നിത്യവാസികളായിരിക്കും. അവർക്കത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷെ അവർ തന്നെയാകുന്നു അക്രമകാരികൾ. അവർ വിളിച്ചു പറയപ്പെടും, ഹേ മാലിക്, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ മേൽ മരണം വിധിക്കട്ടെ. അദ്ദേഹം മാലിക് പറയും, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവർ തന്നെയാകുന്നു. അള്ളാഹു പറയും, തീർച്ചയായും നാം നിങ്ങൾക്ക് സത്യം കൊണ്ടുവന്നിരിക്കുകയായി. പക്ഷേ നിങ്ങളിൽ അധികം പേരും സത്യത്തെ വെറുക്കുന്നവരാകുന്നു. അതല്ല, അവർ നമുക്കെതിരിൽ വല്ല കാര്യം തീരുമാനിച്ചിരിക്കുകയാണോ? എന്നാൽ നാം തന്നെയാകുന്നു തീരുമാനമെടുക്കുന്നവൻ. അതല്ല, അവരുടെ രഹസ്യവും ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അതെ, നമ്മുടെ ദൂതന്മാർ മലക്കുകൾ അവരുടെ അടുത്ത് എഴുതി എടുക്കുന്നുണ്ട്. നീ പറയുക, പരമകാരുണികൻ സന്താനമുണ്ടായിരുന്നെങ്കിൽ ഞാനായിരിക്കും അതിനെ ആരാധിക്കുന്നവരിൽ ഒന്നാമൻ.
എന്നാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് സിംഹാസനത്തിന്റെ നാഥൻ അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് എത്രയോ പരിശുദ്ധനത്രേ. അതിനാൽ നീ അവരെ വിട്ടേക്കുക. അവർക്ക് താക്കീത് നൽകപ്പെടുന്നവരുടെ ദിവസം അവർ കണ്ടുമുട്ടുന്നത് വരെ അവർ അസംബന്ധങ്ങൾ പറയുകയും കളിതമാശകളിൽ ഏർപ്പെടുകയും ചെയ്തു കൊള്ളട്ടെ. അവനാകുന്നു ആകാശത്ത് ദൈവമായിട്ടുള്ളവനും ഭൂമിയിൽ ദൈവമായിട്ടുള്ളവനും. അവനാകുന്നു യുക്തിമാനും സർവജ്ഞനും. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും ആധിപത്യം ഏതൊരുവനാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അവന്റെ പക്കൽ തന്നെയാകുന്നു ആ അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. അവന്റെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുകയും അവന്റെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അവന് പുറമെ ഇവർ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർ ശുപാർശ ദിനപ്പെടുത്തുന്നില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തിന് സാക്ഷ്യം വഹിച്ചവരൊഴികെ. ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹു എന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർ വ്യതിചലിക്കപ്പെടുന്നത്? എന്റെ രക്ഷിതാവ് തീർച്ചയായും ഇക്കൂട്ടർ വിശ്വസിക്കാത്ത ഒരു ജനതയാകുന്നു എന്ന് അദ്ദേഹം പ്രവാചകൻ പറയുന്നതും അദ്ദേഹം അറിയും. എന്റെ രക്ഷിതാവ് തീർച്ചയായും ഇക്കൂട്ടർ വിശ്വസിക്കാത്ത ഒരു ജനതയാകുന്നു എന്ന് അദ്ദേഹം പ്രവാചകൻ പറയുന്നതും അള്ളാഹു അറിയും. അതിനാൽ നീ അവരെ വിട്ടു തിരിഞ്ഞു കളയുക, സലാം എന്ന് പറയുകയും ചെയ്യുക. അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. ഒരാളോട് അവര് നമ്മളെ ഇതാക്കുന്നില്ല, നമ്മൾ പറയുന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആവുമ്പം നമ്മൾ അവരോട് സലാം എന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് മാറിപ്പോകണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓക്കെ, സൂറത്ത് ദുഖാനാണ് ഇനിയുള്ളത്. ഹാമീം വെച്ചിട്ടുള്ള സൂറത്ത് തന്നെയാണ്. ഹാമീം. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ഹാമീം. സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. തീർച്ചയായും നാം അതിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. അതെ, നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പന. തീർച്ചയായും നാം ദൂതന്മാരെ നിയോഗിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു കാരുണ്യമത്രേ അത്. തീർച്ചയായും അവൻ തന്നെയാകുന്നു എല്ലാ കേൾക്കുന്നവനും അറിയുന്നവനും. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിനെയും രക്ഷിതാവ് നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാണെങ്കിൽ. ഇതിൽ ആദ്യം പറഞ്ഞ ആ കാര്യമാണ് അനുഗ്രഹീതമായ രാത്രിയിൽ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് റമദാനിലാണ്. റമദാനിലെ രാവാണ് അത്. ആ രാവിലാണ് എന്നാണ് പറയുന്നത്. ഒക്കെ ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന്. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ രക്ഷിതാവും ആയിട്ടുള്ളവൻ. എങ്കിലും അവർ സംശയത്തിൽ കളിയാക്കുകയാകുന്നു. അതിനാൽ ആകാശം തെളിഞ്ഞു കാണാവുന്ന ഒരു പുക കൊണ്ടുവരുന്ന ദിവസം നീ പ്രതീക്ഷിച്ചിരിക്കുക. മനുഷ്യരെ അത് പൊതിയുന്നതാണ്. ഇത് വേദനയേറിയ ഒരു ശിക്ഷയായിരിക്കും. അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ ഒഴിവാക്കി തരണമേ. തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം. എങ്ങനെയാണ് അവർക്ക് ഉത്ബോധനം ഫലപ്പെടുക? കാര്യം വ്യക്തമാക്കുന്ന ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ വിട്ട് അവർ പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. ആരോ പഠിപ്പിച്ചു വിട്ടവൻ ഭ്രാന്തൻ എന്നൊക്കെ അവർ പറയുകയും ചെയ്തു. തീർച്ചയായും നാം ശിക്ഷ അല്പം ഒഴിവാക്കി തരാം. എന്നാൽ നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങുക തന്നെ ചെയ്യുമല്ലോ. ഏറ്റവും വലിയ പിടുത്തം നാം പിടിക്കുന്ന ദിവസം തീർച്ചയായും നാം ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. ഇവർക്ക് മുമ്പ് ഫിറഔന്റെ ജനത നാം പരീക്ഷിച്ചിട്ടുണ്ട്. മാന്യമായ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നു. അള്ളാഹുന്റെ ദാസന്മാരെ നിങ്ങൾ എനിക്ക് ഏൽപ്പിച്ചു തരണം. തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദൂതനാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിനെതിരിൽ നിങ്ങൾ പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യരുത്. തീർച്ചയായും ഞാൻ സ്പഷ്ടമായ തെളിവും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാം. നിങ്ങൾ എന്നെ കല്ലെറിയാതിരിക്കാൻ എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവുമായിട്ടുള്ളവനോട് ഞാൻ തീർച്ചയായും ശരണം തേടുന്നു. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക. ഇക്കൂട്ടർ കുറ്റവാളികളായ ഒരു ജനവിഭാഗമാണെന്നതിനാൽ അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച് സഹായത്തിനായി പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹു നിർദ്ദേശിച്ചു, എന്റെ ദാസന്മാരെയും കൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രയാണം ചെയ്തു കൊള്ളുക. തീർച്ചയായും നിങ്ങൾ ശത്രുക്കളാൽ പിന്തുടരപ്പെടുന്നതാണ്. സമുദ്രത്തെ ശാന്തമായ നിലയിൽ നീ വിട്ടേക്കുകയും ചെയ്യുക. തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു സൈന്യമാകുന്നു. എത്രയെത്ര തോട്ടങ്ങളും അരുവികളും അവർ വിട്ടേച്ചു പോയത്. എത്രയെത്ര കൃഷികളും മാന്യമായ പാർപ്പിടങ്ങളും അവർ ആഹ്ലാദപൂർവ്വം അനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങൾ. അങ്ങനെയാണ് അത് കലാശിച്ചത്. അതെല്ലാം മറ്റൊരു ജനതയ്ക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ പേരിൽ ആകാശവും ഭൂമിയും കരഞ്ഞില്ല. അവർക്ക് ഇട കൊടുക്കപ്പെടുകയും ഉണ്ടായില്ല. ഇസ്രായേൽ സന്തതികളെ അപമാനകരമായ ശിക്ഷയിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫിറഔനിൽ നിന്ന് തീർച്ചയായും അവൻ അഹങ്കാരിയായിരുന്നു, അതിക്രമകാരികളിൽപ്പെട്ടവനുമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായും അവരെ നാം ലോകരേക്കാൾ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുക്കുകയുണ്ടായി. വ്യക്തമായ പരീക്ഷണം ഉൾക്കൊള്ളുന്ന ചില ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് നൽകുകയുണ്ടായി. എന്തെന്നാൽ ഇക്കരിത പറയുന്നു, നമ്മുടെ ഒന്നാമത്തെ മരണമല്ലാതെ മറ്റൊന്നുമില്ല, നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ല. അതിനാൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ ജീവിപ്പിച്ചു കൊണ്ടുവരികയെന്ന്. ഇവനാണോ കൂടുതൽ മെച്ചപ്പെട്ടവൻ? അതല്ല തുബൈന്റെ ജനതയും അവർക്കും മുമ്പുണ്ടായിരുന്നവരുമോ? അവരെല്ലാം നാം
നശിപ്പിക്കുകയുണ്ടായി. കാരണം അവർ കുറ്റവാളികളായിരുന്നത് തന്നെ. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല, ശരിയായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നാം അവയെ സൃഷ്ടിച്ചത്. പക്ഷെ അവരിൽ അധിക പേരും അറിയുന്നില്ല. തീർച്ചയായും ആ നിർണീത തീരുമാനത്തിന്റെ ദിവസമാകുന്നു അവർക്ക് എല്ലാമുള്ള നിശ്ചിതമായ സമയം. അതേ, ഒരു ബന്ധു മറ്റൊരു ബന്ധുവിന് യാതൊരു പ്രയോജനവും ചെയ്യാത്ത, അവർക്കൊരു സഹായം ലഭിക്കാത്ത ഒരു ദിവസം. അള്ളാഹു ആരോട് കരുണ കാണിച്ചുവോ അവർക്കൊഴികെ തീർച്ചയായും അവൻ തന്നെയാകുന്നു പ്രതാപിയും കരുണാനിധിയും. തീർച്ചയായും സഖവും വൃക്ഷമാകുന്നു നരകത്തിൽ പാപിയുടെ ആഹാരം. ഒരുക്കിയ ലോഹം പോലെയായിരിക്കും അതിലെ കനി. അത് വയറുകളിൽ തിളക്കും. ചൂടുവെള്ളം തിളക്കുന്നത് പോലെ നിങ്ങൾ അവനെ പിടിക്കൂ, എന്നിട്ട് നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചിഴക്കൂ. അനന്തരം ചൂടുവെള്ളം കൊണ്ട് ശിക്ഷ അവന്റെ തലയ്ക്ക് മീതെ കൂടി നിങ്ങൾ ചൊരിഞ്ഞേക്കൂ എന്ന് നിർദ്ദേശിക്കപ്പെടും. ഇത് ആസ്വദിച്ചോളൂ, തീർച്ചയായും നീ തന്നെയായിരുന്നല്ലോ പ്രതാപിയും മാന്യനും. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ സംശയാലുക്കളായിരുന്നുവോ ആ കാര്യമത്രേ ഇത്. സൂക്ഷ്മത പാലിക്കുന്നവർ തീർച്ചയായും നിർഭയമായ വാസസ്ഥലത്താകുന്നു. തോട്ടങ്ങളും മരുകൾക്കുമിടയിൽ നേർത്ത പട്ടുതുണിയും കട്ടിയുള്ള പട്ടുതുണിയും അവർ ധരിക്കും. അവർ അന്യോന്യം അഭിമുഖമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാകുന്നു അവരുടെ അവസ്ഥ. വിശാലമായ നേത്രങ്ങളുള്ള വെളുത്ത സ്ത്രീകളെ അവർക്ക് ഇണകളായി നൽകുകയും ചെയ്യും. സുരക്ഷിതത്വ ബോധത്തോടു കൂടി എല്ലാവിധ പഴങ്ങളും അവർ അവിടെ വെച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആദ്യത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്ക് അവിടെ അനുഭവിക്കേണ്ടതില്ല. നരകശിക്ഷകളിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഔദാര്യമത്രേ അത്. അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. നിനക്ക് നിന്റെ ഭാഷയിൽ ഇതിന് ഖുർആനെ നാം ലളിതമാക്കി തന്നിട്ടുള്ളത് അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാകുന്നു. ആകയാൽ നീ കാത്തിരിക്കുക, അവരും കാത്തിരിക്കുന്നവർ തന്നെയാകുന്നു. സൂറത്തിൽ ജാസിയാണ്. 37 ആയത്തുകളാണ് ഇതിലുള്ളത്. മുട്ടുകുത്തിയവർ ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുൽ നിന്നുള്ളതാകുന്നു. തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വാസികൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. നിങ്ങളുടെ സൃഷ്ടിപ്പിലും ജന്തുജാലങ്ങളെ അവൻ നിയസിച്ചതിലുമുണ്ട്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളും. രാവും പകലും മാറി വരുന്നതിലും അള്ളാഹു ആകാശത്ത് നിന്ന് ഉപജീവനം ഇറക്കി അത് മുഖേന ഭൂമിക്ക് അതിന്റെ നിർജ്ജാവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുന്നതിലും കാറ്റുകളുടെ ഗതി നിയന്ത്രിപ്പിക്കുന്നതിലും ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അള്ളാഹുവിന്റെ തെളിവുകൾ എത്രേ അവ. സത്യപ്രകാരം നാം നിനക്ക് അവ ഓതി കേൾപ്പിക്കുന്നു. അള്ളാഹുവിനും അവന്റെ തെളിവുകൾക്കും പുറമെ ഇനി ഏതൊരു വൃത്താന്തത്തിലാണ് അവർ വിശ്വസിക്കുന്നത്? വ്യാജവാദിയും അധർമ്മകാരിയുമായ ഏതൊരാൾക്കും നാശം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തനിക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നത് അവൻ കേൾക്കുകയും എന്നിട്ട് അത് കേട്ടിട്ടില്ലാത്ത പോലെ അഹങ്കാരിയായിക്കൊണ്ട് ശടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആകയാൽ അവൻ വേദനയേറിയ ശിക്ഷയെ പറ്റിയുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. നമ്മുടെ തെളിവുകളിൽ നിന്ന് വല്ലതും അവൻ അറിഞ്ഞാലോ അവനത് ഒരു പരിഹാസ വിഷയമാക്കി കളയുകയും ചെയ്യും. അത്തരക്കാർക്കാകുന്നു അപമാനകരമായ ശിക്ഷ. അവരുടെ പുറകെ നരകമുണ്ട്. അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ളതോ അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിട്ടുള്ള രക്ഷാധികാരികളോ അവർക്കൊട്ടും പ്രയോജനം ചെയ്യുകയില്ല. അവർക്കാണ് കനത്ത ശിക്ഷയുള്ളത്. ഇതൊരു മാർഗദർശനമാകുന്നു. തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിച്ചവരാരോ അവർക്ക് കഠിനമായ തരത്തിലുള്ള വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു ആകുന്നു സമുദ്രത്തെ നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ. അവന്റെ കൽപ്പന പ്രകാരം അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുവാനും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ നേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാനും വേണ്ടി ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും തന്റെ വകയായി അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. നബിയെ, നീ സത്യവിശ്വാസികളോട് പറയുക, അള്ളാഹുവിന്റെ ശിക്ഷയുടെ നാളുകൾ പ്രതീക്ഷിക്കാത്ത നിഷേധികൾക്ക് അവർ മാപ്പ് ചെയ്തു കൊടുക്കണമെന്ന്. ഓരോ ജനതയ്ക്കും അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലം അവർ അള്ളാഹു നൽകുവാൻ വേണ്ടി എത്രയത്. വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അത് അവന്റെ ഗുണത്തിന് തന്നെയാകുന്നു. വല്ലവനും തിന്മ പ്രവർത്തിച്ചാൽ അതിന്റെ ദോഷവും അവന് തന്നെ. പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. ഇസ്രായേൽ സന്തതികൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പ്രവാചകത്വവും നാം നൽകുകയുണ്ടായി. വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ആഹാരം നൽകുകയും ലോകരേക്കാൾ അവർക്ക് നാം ശ്രേഷ്ഠത നൽകുകയും ചെയ്തു. അവർക്ക് നാം മതകാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തമായ തെളിവുകൾ നൽകുകയും ചെയ്തു. എന്നാൽ അവർ ഭിന്നിച്ചത് അവർക്ക് കിട്ടിയതിന് ശേഷം മാത്രം അവർക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം മാത്രം തന്നെയാണ്. അവർ തമ്മിലുള്ള മാത്സര്യ നിമിത്തമാണത്. ഏതൊരു കാര്യത്തിൽ അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കിടയിൽ നിന്റെ രക്ഷിതാവ് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. ശരിക്കും നമുക്കിടയിൽ ഉണ്ടാകുന്ന മാത്സര്യം, അതായത് മത്സര ബുദ്ധിയാണ് ഇന്ന് നമ്മുടെ സമുദായത്തിനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് എന്നാണ്. ഒരു സ്ഥലത്ത് ഒരു പള്ളി പണിത് കഴിഞ്ഞാൽ ആ പള്ളിന്റെ നേരെ ഓപ്പോസിറ്റിൽ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്, ഒരു പള്ളി പണിതതിന്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെ വേറൊരു കൂട്ട് പള്ളി പണിതിരിക്കുന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ
പള്ളി പണിത ആ സ്ഥലത്ത് അവിടുത്തെ ആ പിന്നെ ടീം അവരുടെ ഒരു അവരെ ഒരു കൂട്ടായ്മ ഉണ്ടാവുമല്ലോ, ആ കൂട്ടായ്മയിൽ ഇവർക്ക് സ്ഥാനം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് അവരപ്പുറത്ത് തന്നെ, തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു പള്ളി, ഇതിനൊക്കെ പൈസ ചെലവാക്കി ഈ പള്ളികൾ പണിത് കൂട്ടുമ്പം ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് അതിന്റെ ആ ഒരു അജ്ർ എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ അതിനേക്കാൾ എത്രയോ ഹൈറാവുമായിരുന്നു. പള്ളി പണിയുന്നതിനൊരു ഒരു തിന്മ ഉണ്ടായിട്ടല്ല, പക്ഷെ അവിടെ ആ പള്ളിക്ക് അവിടെ ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് പള്ളി പണിയേണ്ട കാര്യം, ഒരേ പള്ളി തന്നെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഒരു 4ഉം 5ഉം 6ഉം പള്ളികൾ, എന്നിട്ട് ഒരു പള്ളിയിൽ പോലും ഒരാളും നമസ്കരിക്കാനില്ലാത്ത അവസ്ഥ. ഇമാമ് മാത്രം ഉണ്ടാവും അവിടെ. മമൂമുകൾ ആകെ എണ്ണിയാൽ, കയ്യോളിൽ എണ്ണിയാൽ കിട്ടാവുന്ന മമൂമുകൾ. എന്നിട്ട് റമദാൻ മാസത്ത് മാത്രം കണ്ടുകൊണ്ടാണ് ഈ പള്ളികളൊക്കെ പണിയുന്നത്. റമദാൻ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിയിലൊന്നും ഒരാൾ പോലും ഒരു ലുഹറിനോ അസറിനോ ഒന്നും നമസ്കരിക്കാനില്ലാത്ത അവസ്ഥ. അപ്പൊ ഇങ്ങനെ പള്ളികൾ പണിതിടുന്നത് ശരിക്കും മാത്സര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ കടലോര പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ആ റോഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു സൈഡിൽ പള്ളിയുണ്ട്, അതിന്റെ നേരെ അപ്പുറത്തെ സൈഡിൽ വേറെ പള്ളി, അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ സൈഡ് വേറെ പള്ളി. അങ്ങനെ എത്ര പള്ളികളാണ് ഒരു റോട്ടിൽ തന്നെ, ഒരു ഒരു 10-15 പള്ളികളെ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ റോഡിന്റെ സൈഡിലായിട്ട് എങ്ങനെ പണിതിട്ടിരിക്കുന്നു. ഒക്കെ വലിയ വലിയ പള്ളികളും. അപ്പൊ ഇതിന്റെയൊക്കെ പൈസ, എത്രയും പൈസ അത്രയ്ക്കും മുടക്കിയിട്ട്, അതും കടലോര പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ ആളുകൾ അറിയാലോ, അത്രയും മുക്കുവന്മാരും അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ കുടിലുകളാണ്. ആ കുടിലുകളെ ഒന്ന് നന്നാക്കി എടുക്കാവുന്ന ഒരു പള്ളി പണിത പൈസ കൊണ്ട് അവർക്ക് ഒരു 10 വീടുകളെ നന്നാക്കി കൊടുക്കാൻ പറ്റും. അത്രയും വലിയ പള്ളികളാണ് പണിത് കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഈ കക്ഷി മാത്സര്യങ്ങളാണ് നമ്മളെ സമുദായത്തെ നശിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും മത്സര്യമൊന്നും പള്ളികൾക്ക് വേണ്ടിയിട്ടൊന്നും നടത്തേണ്ട കാര്യമില്ല. പള്ളികൾ അള്ളാന്റെ ഭവനങ്ങളാണ്, അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നമ്മളെ കഴിവും നമ്മളെ ഞാൻ ഇന്ന ആ ഇതിൽ കൂട്ടിയില്ല, ആ ഒരു ടീമിൽ, ആ ഒരു അവരുടെ കൂട്ടായ്മയിൽ ഇന്നെ കൂട്ടിയില്ല എന്നതുകൊണ്ട് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വലിയ വലിയ പള്ളികളൊക്കെ അവിടെ നിന്നൊക്കെ പണം പിരിച്ചു കൊണ്ടുവന്നിട്ട് വലിയ വലിയ പള്ളികൾ പണിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. എത്ര പള്ളികളാണ്! ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ 3-4 പള്ളികളൊക്കെ പണിയുന്ന ആളുകൾ. എന്ത് അത്രയും പള്ളികൾ ഉണ്ടാക്കുന്നതിലല്ല, പക്ഷെ അതിന്റെ ആ ഒരു പണം നശിപ്പിച്ച് കളയുന്നതിന്റെ ആവശ്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ ആളുകൾക്ക് പള്ളി വേണം എന്നുണ്ടെങ്കിലാണ് പള്ളി പണിയേണ്ടത്. അല്ലാതെ അവിടെ ആളുകളും ഇല്ല, ആ പള്ളിയിലോട്ട് ആൾ താമസവും ഇല്ല, എന്നിട്ട് വെറുതെ പള്ളികൾ പണിതിട്ടിട്ട് എത്രയോ പള്ളികളാണ് നമ്മുടെ നാടുകളിൽ അനാവശ്യമായിട്ട് പണിതിട്ടുള്ള പള്ളികൾ. അതൊക്കെ മാത്സര്യം തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല പള്ളികൾ ഉണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർക്ക് നാം മതകാര്യത്തെ പറ്റിയുള്ള വ്യക്തമായ തെളിവുകൾ നൽകുകയും ചെയ്തു, എന്നല്ല അവർ ഭിന്നിച്ചത്. അവർക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം തന്നെയാണ് അവർ തമ്മിലുള്ള മാത്സര്യ നിമിത്തമാണത്. ഏതൊരു കാര്യത്തിൽ അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കിടയിൽ അത് നിന്റെ രക്ഷിതാവ് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. നബിയെ, പിന്നീട് നിന്നെ നാം മതകാര്യത്തിൽ ഒരു തെളിഞ്ഞ മാർഗത്തിലാക്കിയിരിക്കുന്നു. ആകയാൽ നീ അതിനെ പിന്തുടരുക. അറിവില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റരുത്. അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു കാര്യത്തിനും അവർ നിനക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല. തീർച്ചയായും അതിക്രമകാരികളിൽ ചിലർക്ക് രക്ഷാകർത്താക്കളാകുന്നു. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ രക്ഷാകർത്താവുന്നു. ഇത് മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന തെളിവുകളും ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു. അതല്ല, തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിച്ചിരിക്കുകയാണോ അവരെ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ, അതായത് അവരുടെ 2 കൂട്ടരുടെയും ജീവിതവും മരണവും തുല്യമായ നിലയിലാക്കുമെന്ന് അവർ വിധി കൽപ്പിക്കുന്നത് വളരെ മോശം തന്നെ. ആകാശങ്ങളും ഭൂമിയും അള്ളാഹു ശരിയായ ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഓരോ ആൾക്കും താൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയുമാണത്. അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. എന്നാൽ തന്റെ ദൈവത്തെ തന്നിഷ്ടങ്ങളാക്കിയവനെ നീ കണ്ടുവോ? അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവന്റെ കാതിനും ഹൃദയത്തിനും മുദ്ര വയ്ക്കുകയും അവന്റെ കണ്ണിന്മേൽ ഒരു മൂടി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? അവർ പറഞ്ഞു, ജീവിതം എന്നത് തന്റെ ഐഹിക ജീവിതം മാത്രമാകുന്നു. നാം മരിക്കുന്നു, നാം ജീവിക്കുന്നു, നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാകുന്നു. തീർച്ചയായും അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, അവർ ഊഹിക്കുക മാത്രമാകുന്നു. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായി അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവരുടെ ന്യായവാദം, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങളുടെ പിതാക്കളെ ജീവിപ്പിച്ചു കൊണ്ടുവരിക എന്ന അവരുടെ വാക്ക് മാത്രമായിരിക്കും. പറയുക, അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കുന്നു, പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും.
അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസമുണ്ടല്ലോ, അന്നായിരിക്കും അവസത്യവാദികൾക്ക് നഷ്ടം നേരിടുന്ന ദിവസം. അന്ന് എല്ലാ സമുദായങ്ങളെയും മുട്ടുകുത്തിയ നിലയിൽ നീ കാണുന്നതാണ്. ഓരോ സമുദായം അതിന്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. ഇതാ നമ്മുടെ രേഖ നിങ്ങൾക്കെതിരായി സത്യം തുറന്നു പറയുന്നതാണ്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെല്ലാം നാം എഴുതി വെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരെ അവരുടെ രക്ഷിതാവ് തന്റെ ഒരു കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അത് തന്നെയാകുന്നു വ്യക്തമായ ഭാഗ്യം. എന്നാൽ അവിശ്വസിച്ചവരാരോ അവരോട് പറയപ്പെടും, നിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ അഹങ്കരിക്കുകയും കുറ്റവാളികളായ ഒരു ജനതയാവുകയും ചെയ്തു. തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ആ അന്ത്യസമയമാകട്ടെ, അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ പറയും, എന്താണ് അന്ത്യസമയമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ഈ ഒരു തരം ഊഹം മാത്രമാണുള്ളത്. ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല. തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ദൂഷ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തുന്നതാണ്. അവർ എന്തിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടിരുന്നത് എന്ന് അവരെ വലയം ചെയ്യുന്നതുമാണ്. അവരോട് പറയപ്പെടും, നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നതുപോലെ ഇന്ന് നിങ്ങളെ നാം മറന്നുകളഞ്ഞു. ഇന്ന് നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു. നിങ്ങൾക്ക് സഹായികളാരും ഇല്ല തന്നെ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പരിഹാസ്യമാക്കി തീർക്കുകയും ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആകയാൽ ഇന്ന് അവർ അവിടെ നിന്ന് പുറത്തയക്കപ്പെടുന്നതല്ല, അവരോട് പ്രായശ്ചിത്തം ആവശ്യപ്പെടുന്നതുമല്ല. അപ്പോൾ ആകാശങ്ങളുടെ രക്ഷിതാവും ഭൂമിയുടെ രക്ഷിതാവും ലോകരുടെ രക്ഷിതാവുമായ അള്ളാഹുവിന് സ്തുതി. ആകാശങ്ങളും ഭൂമിയും അവന് തന്നെയാകുന്നു മഹത്വം. അവൻ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്നു മഹത്വം. അവൻ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മള് 25 ജുസ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് 5 ജുസും കൂടിയാണുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളത് വരും ദിവസങ്ങളിൽ റമദാന് തീരുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മളത് പൂർത്തീകരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു മുബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുത്തവും പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കർമ്മങ്ങളെല്ലാം നാളെ കാണിക്കപ്പെടുന്ന ദിവസം കർമ്മങ്ങൾ ധൂളികളായി പോകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും അനുഗ്രഹീതമാക്കി എടുത്തു വെച്ച് തരികയും അവന്റെ കിതാബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ അമലുകളും ഏറ്റവും ഉന്നതമായ രീതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. മലക്കുകൾ അമീൻ പറയുന്ന സദസ്സാക്കി നമ്മുടെ സദസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമാക്കി തരുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബി ഹബ് ലി മിനസ് സാലിഹീൻ റബ്ബി ഹബ് ലി മിനസ് സാലിഹീൻ റബ്ബി ഹബ് ലി മിനസ് സാലിഹീൻ റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. യാ ഗനി അല്ലാഹ് ഗനിനി ബിഫദ്ലിക മൻ സിവാക റബ്ബി അൻസിൽ മുൻസിലം മുബാറകൻ ഖൈർ മുൻസിലിൻ. اللهم يسر ولا تعسر وتمم بالخير ربي إني لما أنزلت من خير فقير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا أنت تجعل الحسن إذا شئت سهلا. ഈ ഖയ്യൂമായ റഹ്മാൻ റഹീമിനെ യാദൽ ജലാൽ ഇക്റാമായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു തരണമേ. ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു തന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വപ്നത്തിനേക്കാളും ഉന്നതമാണ് അല്ലാഹുവേ നിന്റെ തീരുമാനങ്ങൾ. അല്ലാഹുവേ, നിന്റെ തീരുമാനങ്ങൾ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഞങ്ങൾക്ക് നീ നൽകുകയും അതിൽ ഞങ്ങളെ നീ സംതൃപ്തരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് വലതു ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്ത് മുകളിൽ നിന്ന് താഴ്ഭാഗത്ത് നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സംരക്ഷണമേകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവേ ഒരു തുറവി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ സഹോദരങ്ങൾക്ക് സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന് കുടുംബജീവിതത്തിൽ വിധി കൂട്ടി കൊടുക്കണമേ. അവിടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആഫിലും ഖുർആന്റെ അഹലുകാരിലാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരെ ലോകത്തും നീ ഉത്തമരാക്കി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ. അല്ലാഹുവേ, ഞങ്ങളുടെ
ഇണകളിൽ അല്ലാഹുവെ ഞങ്ങൾക്ക് കൺകുളിർമയും സന്തോഷവും സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞ ജീവിതവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ഞങ്ങളെ കിടപ്പറകളെ അല്ലാഹുവെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെയും കിടപ്പറകളാക്കി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ അദൽ ജലാൽ ഇക്രാമായ അല്ലാഹുവെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അല്ലാഹുവെ അവിടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹുവെ അസുഖങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കുകയും അവർക്ക് ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ എല്ലാ മാറാരോഗങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അല്ലാഹുവെ ഞങ്ങളുടെ സമൂഹങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവെ ഞങ്ങളെ നാടിനെ നിർഭയമായ നാടാക്കി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ മേൽ മേലാധികാരികളാക്കാതെ അല്ലാഹുവെ അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ശത്രുക്കളിലേക്ക് തന്നെ നീ മടക്കണമേ. അല്ലാഹുവെ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹു മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു ജീവിതമാർഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹുവെ ഞങ്ങളെ നാടുകളിലെ പ്രയാസം കൊണ്ട് അല്ലാഹുവെ കച്ചവടങ്ങളിൽ അല്ലാഹുവെ തകർച്ച നേരിടാനുള്ള അല്ലാഹുവെ ചിന്തകളിലൊക്കെ അല്ലാഹുവെ ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹുവെ അവർക്ക് അല്ലാഹുവെ നീ ഉയർത്തെഴുന്നേൽപ്പ് നൽകുകയും അല്ലാഹുവെ അവരുടെ എല്ലാ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുകയും അല്ലാഹുവെ നാട്ടിലെ പ്രയാസങ്ങൾ അല്ലാഹുവെ നീക്കി എത്രയും വേഗത്തിൽ അല്ലാഹുവെ സമൂഹത്തിന് അല്ലാഹുവെ കുടുംബങ്ങൾക്ക് അല്ലാഹുവെ അവരുടെ ജീവിതമാർഗങ്ങളിൽ അല്ലാഹുവെ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ റഹ്മാൻ അല്ലാഹുവെ കച്ചവടങ്ങളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. കച്ചവടങ്ങളിൽ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അതിനെ ഉന്നതമാക്കി തന്ന് അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളുടെ ജീവിതമാർഗങ്ങളിൽ അല്ലാഹുവെ ജോലികളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുകയും അല്ലാഹു ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ അല്ലാഹു ഞങ്ങളുടെ മേലധികാരികളാക്കുന്നതിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അല്ലാഹുവെ സത്യസന്ധതയും അല്ലാഹുവെ കാര്യങ്ങളിൽ അല്ലാഹുവെ ഏറ്റവും ഉത്തമമായ രീതിയിൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാൻ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ വിനയവും അല്ലാഹുവെ സലീമായ മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ. അഹങ്കാരങ്ങളിൽ നിന്ന് അഹംഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണമേ. വിനയമുള്ള കുടുംബങ്ങളായ അല്ലാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അല്ലാഹുവെ ദീനിൽ വിജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ഖുർആൻ അല്ലാഹു ഞങ്ങൾക്ക് നീ കൂട്ടുകാരനാക്കി അല്ലാഹുവെ അനുഗ്രഹിക്കുകയും അല്ലാഹുവെ ഇതിൽ നിന്നുള്ള അമലുകൾ ഒരുപാട് അല്ലാഹുവെ ഞങ്ങൾക്ക് എടുക്കാൻ അല്ലാഹുവെ അത് നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നീ ഉയർത്തിത്തരയണമേ. അല്ലാഹുവെ അവരുടെ എല്ലാ ഞങ്ങൾ കൂട്ടായ്മയിൽ അല്ലാഹുവെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള വിഷമങ്ങളും നീക്കി തരണമേ. യാ റഹ്മാൻ അല്ലാഹുവെ ദീനെ വിജ്ഞാനം അല്ലാഹുവെ ലോകം മുഴുവൻ എത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവെ നീ എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ ഞങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ അല്ലാഹുവെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവെ ഞങ്ങളിൽ നിന്നുള്ള ജാരിയായ സദക്കയാക്കി അല്ലാഹുവെ ദുനിയാവിൽ നീ നിലർത്തി കൊടുക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ മുസ്ലിം സമുദായം നേരിടുന്ന പ്രയാസങ്ങളിൽ അല്ലാഹുവെ നീ അവർക്ക് ഇസ്സത്ത് നൽകി അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. ശത്രുക്കളിലേക്ക് തന്നെ നീ മടക്കണമേ. അല്ലാഹുവെ റഹ്മാൻ അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ അല്ലാഹുവെ ശരീരം അല്ലാഹുവെ അതിൽ നീ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹുവെ ഞങ്ങളുടെ നമസ്കാരങ്ങളിൽ അല്ലാഹുവെ ഞങ്ങൾക്ക് അല്ലാഹുവെ തഖ്വയും അല്ലാഹുവെ ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കണമേ. സൂക്ഷ്മത പാലിക്കുന്ന നിന്റെ ഉത്തവരായ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ ഞങ്ങളുടെ നഫ്സിന് ഞങ്ങളുടെ ശരീരത്തിന് അല്ലാഹുവെ എന്തെല്ലാം പോരായ്മകളുണ്ടോ ആ പോരായ്മകളെല്ലാം അല്ലാഹുവെ നീ പരിഹരിച്ചു തരികയും അല്ലാഹുവെ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ നീ നൽകിയ ജീവിതത്തെ അല്ലാഹുവെ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ ആമീൻ ആമീൻ. റഹ്മത്തിക്ക് യാ റഹ്മാൻ. അല്ലാഹു എല്ലാ പാപങ്ങളും ദോഷങ്ങളും പുറത്തു മാപ്പാക്കി തരികയും അല്ലാഹുവെ റമദാൻ മാസത്തിൽ വിജയം വരിച്ച നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അല്ലാഹുവെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. നല്ല അയൽവാസികളെയും നല്ല കുടുംബങ്ങളെയും നല്ല ബന്ധുക്കളെയും അല്ലാഹു നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹു കുടുംബ ബന്ധങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് ഇണകൾക്കിടയിൽ അല്ലാഹുവെ നീ സന്തോഷം സുഖവും സമാധാനവും സംതൃപ്തിയും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ റഹ്മാൻ അല്ലാഹുവെ കുടുംബജീവിതങ്ങളിൽ അല്ലാഹുവെ സന്തോഷ സുഖവും സമാധാനം സംതൃപ്തി നൽകി അനുഗ്രഹിക്കുകയും അല്ലാഹുവെ അവർക്കിടയിൽ അല്ലാഹുവെ മവദ്ദത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ ഭവനങ്ങളിൽ വന്ന് അല്ലാഹുവേ സുജൂദ് ചെയ്യാൻ അല്ലാഹുവേ
മഖബൂലും മബ്രൂറുമായ ഉംറയും ഹജ്ജും ചെയ്യാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കടം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അവരുടെ കടങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഒരു വിടുതൽ അല്ലാഹുവേ നീ എത്രയും വേഗത്തിൽ നൽകി അല്ലാഹുവേ അവരുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഒരു സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. حمدا كثيرا طيبا مبارك فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.